വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ വളരെ കാലത്തെ ഒരാഗ്രഹം ഇന്ന് സാധിച്ചു. അതിനാണ് ശരിക്കും ഇന്ന് പോയപ്പോഴാണ് ആഗ്രഹം സാധിച്ചത്, ഇത്രയും പ്രാവശ്യം പോയിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്. പിന്നെ പ്രത്യേക വിശേഷങ്ങൾ, വേറെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അമ്മാവൻ്റെ വീട്ടിൽ പോയി, അങ്ങനെ പല വിശേഷങ്ങളുണ്ട്. നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കണേ. അപ്പോഴേ ഞാൻ ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി മാറ്റി വെച്ചില്ലേ, അത് എന്തിനായിരുന്നെന്നോ? ഇന്ന് ഞങ്ങൾ പാണാവള്ളി പോവാണേ. അപ്പോൾ അവിടുത്തെ 41 ഈശ്വരാമ്പലത്തിലെ ഉത്സവമാണ്. അപ്പോൾ അവിടെ എല്ലാ വർഷവും ഞങ്ങൾ പോയി തൊഴാറുണ്ട്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അവനും ഒരു പെങ്ങളും അല്ലേ ഉള്ളൂ. പെങ്ങൾക്ക് അങ്ങനെ സുഖമില്ലാത്തതാണ്. അപ്പം ഞാൻ എപ്പോൾ പോയാലും അവൻ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ചോറൊരിക്കലും അവിടെ നിന്നാറില്ലല്ലോ, ഇവിടെ വന്നിട്ടല്ലേ കഴിക്കുന്നത്. അപ്പം അവനല്ലേ ഉള്ളു അവിടെ, അതുകൊണ്ടാണ് ഞാൻ ചോറ് ഇവിടെ വന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്കൊന്നും ഒരു മനസ്സിൽ തോന്നി, ഉത്സവമൊക്കെ അല്ലേ, അവിടെ വെച്ച് തന്നെ ചോറുണ്ണ, അവനും ഒരു സന്തോഷമായിക്കോട്ടെ. അവൻ്റെ അമ്മയുള്ളപ്പോൾ എനിക്ക് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടു തരുമായിരുന്നെന്നോ. പാവമായിരുന്നു, മരിച്ചു പോയേ. അപ്പം ഞാൻ വിചാരിച്ചു അവന് എല്ലാ സാധനവും ഇവിടുന്ന് ഉണ്ടാക്കി. അവിടെ ചെന്ന് എനിക്കൊന്നും അവിടുത്തെ കാര്യങ്ങൾ അറിയത്തില്ല, കാരണം എവിടെയൊക്കെയാണ് എന്തൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ എനിക്ക് ഭയങ്കര പാടായിട്ട് അത് തോന്നി. ഇവിടെ ആകുമ്പോൾ എനിക്ക് പ്രശ്നമില്ലല്ലോ. പുളിശ്ശേരി വെച്ചു, പരിപ്പ് വെച്ചു, അവിയൽ വെച്ചു, മെഴുക്കുവരട്ടി വെച്ചു, അച്ചാറെടുത്തു. ഇനിയിപ്പോൾ പപ്പടവും ചെന്നിട്ട് കാച്ചി, പിന്നെന്താ തൈര്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കൂട്ടി അവനുമായിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾക്ക് ചോറൊക്കെ കൊണ്ടിട്ട് വരാമല്ലോ എന്നോർത്താണ് ഞാൻ ഇത്ര ഒക്കെ ഉണ്ടാക്കിയത്. അപ്പം ഞാനെല്ലാം എടുത്തൊക്കെ വെക്കട്ടെ. അപ്പം നമ്മുടെ മകനുമായിട്ട് ചേട്ടൻ ദേ കോളേജിൽ വിടാൻ വേണ്ടി നാമ്പറത്തോട്ട് പോവാണ്. ശരി മോനെ. ആ, ID കാർഡ് ഇട്ടോ ദൈവമേ ആയിട്ട്. ടാറ്റാ. അങ്ങനെ പോയി. അക്കരെ വല എടുക്കുന്നു. എനിക്ക് ഇന്ന് സമയമില്ല കേട്ടോ. ഞാനും പോയി കുളിക്കട്ടെ. ഇക്രൂനും ബക്രൂനും ഒക്കെ ആഹാരം കൊടുക്കണം. അവർക്ക് കൊടുത്തിട്ട് പോയി കുളിക്കട്ടെ കേട്ടോ. ചേട്ടൻ റെഡിയായാണ് പോയത്. പിന്നെ നിങ്ങൾ പോയേച്ച് വരാം കേട്ടോ, വൈകിട്ടെത്താം കേട്ടോ. വൈകിട്ടൊക്കെ പോയിട്ട് വരാം. എല്ലാം ഭക്ഷണമൊക്കെ ഇപ്പം തന്നല്ലോ, ഇനിയും തരും കേട്ടോ. ചിരിക്കുവാണോ? അയ്യോ, നിൽക്കുകയും ചിരിക്കാൻ തുടങ്ങിയല്ലോ. നിൽക്കി, ചിരിച്ചേ. സന്തോഷമായോ? ഇക്രു ബക്രു അങ്ങ് കിടക്കുവാണ്. അവൻ അവിടെ കിടക്കട്ടെ. ഞങ്ങളുടെ പുതിയ ബാഗ് അന്ന് മേടിച്ചപ്പോൾ കാണിച്ചില്ലായിരുന്നു. ഇതേ ഞങ്ങൾ ബുള്ളറ്റേ വെക്കുന്നത്. അപ്പം ഞങ്ങളെ പോയി ഉത്സവമൊക്കെ കണ്ടിട്ട് കൂടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചേക്കാം കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ ഇന്ന് കഴിക്കും, അതൊക്കെ രസമല്ലേ. അപ്പം ഞങ്ങൾ പോയച്ചൊക്കെ വരാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരും എപ്പോഴും പറയാറില്ലേ. ഞങ്ങളെല്ലാവർക്കും വേണ്ടി എപ്പോൾ എവിടെ പോയാലും പ്രാർത്ഥിക്കും കേട്ടോ. അപ്പോൾ പോയച്ചൊക്കെ വരാവേ. അതുണ്ടോ ഒരു കൊക്കിരുന്ന് കാണിക്കുന്നുണ്ടോ? ഇവിടെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കണ്ട എന്നും ഉണ്ട്, നിങ്ങളെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു. വെള്ളത്തിലിറങ്ങി മീൻ പിടിക്കുക, വീണ്ടും ദേഹം തുടയ്ക്കുക, കണ്ടോ ഉണങ്ങാൻ വേണ്ടി ഇരിക്കുക. വെറും മന്ദബുദ്ധിയല്ലേ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വെള്ളത്തിലോട്ട് ചാടും, വീണ്ടും ഉണക്കും. ഇതാണ് അവരുടെ പരിപാടി. അവർ ഭാര്യയും ഭർത്താവും ഉണ്ട് കേട്ടോ, രണ്ടുപേരും കൂടെ ഇരിക്കുന്നത്. അക്കരയിലാണ് മീൻ പിടിക്കുന്നു. അക്കരെ ഇതാ കല്ലൊക്കെ ഇറക്കി കെട്ടി തുടങ്ങുന്നു. അപ്പം ഞങ്ങളിത് റെഡിയായി, വണ്ടിയൊക്കെ ഓണാക്കിയിട്ടു, ചേട്ടൻ്റെ ഗേറ്റൊക്കെ പൂട്ടുന്നു. അപ്പം ഞങ്ങൾ പോയച്ചൊക്കെ വരാം കേട്ടോ. ഞങ്ങളപ്പം വീട്ടിലൊക്കെ എത്തിയട്ടോ. മഹേഷ് ഭയങ്കര ജോലിയിലല്ലേ മോനെ? ജോലിയിലാണ്. ഇതാ ഞങ്ങളെ കാത്തൊരാൾ ഇവിടെ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ടായിരുന്നു കേട്ടോ. നോക്കിക്ക്, അമ്മണി നീ അല്ലേ യൂട്യൂബിലൊക്കെ വലിയ താരമായി കേട്ടോ. അമ്മണി താരമായിട്ടിരിക്കുക. ഇതോ അമ്മണൻ പോന്നു. മണിയനോ? അയ്യോ, മണിയൻ പോയി അങ്ങോട്ട്. അവള് റെസ്റ്റ് എടുക്കട്ടെ. ഞാനേ വന്നിട്ട് നോക്കുമായിരുന്നേ, കശുമാങ്ങയിലൊന്നും കശുമാങ്ങയില്ലേന്ന്. അപ്പോൾ ഒരെണ്ണം അങ്ങനെ കിടക്കുന്നു കണ്ട. പഴുത്തതുണ്ട്, പോകുന്നതിന് മുമ്പായിട്ട് പറിച്ചെടുക്കുന്നുണ്ട് ഞാൻ. ഒരെണ്ണം പറിച്ചെടുക്കണം. വയറിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. ഉണ്ടോ? അത് നിറച്ചുണ്ടായി കിടപ്പുണ്ട് കേട്ടോ. അയ്യോടാ, ഇത് കണ്ടോ
കിടക്കുന്നു കണ്ട. പണ്ട് ഇവിടെ ഈശ്വര ചേച്ചി ഉണ്ടായിരുന്നപ്പോഴേ ഇത് തീയരി വെക്കുമായിരുന്നു. തൊട്ടടുത്ത് കിടക്കുന്നു കണ്ട. എന്താ ഏട്ടാ മാങ്ങ കിടപ്പുണ്ടോ? ആഹാ, ഇഷ്ടംമാതിരി മാങ്ങ കിടപ്പുണ്ടല്ലോ. നാള് കുറെ അടിച്ചെടുത്ത. നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടല്ലേ ഇവള് വരുന്ന ഉടനെ കാണുന്നതെല്ലാം അടിച്ചെടുക്കാനുള്ള ശ്രമമാണ്. കിടങ്ങറ ചെന്നപ്പോഴും അത് തന്നെ. അങ്ങനെയൊന്നും വിചാരിക്കല്ലോ കേട്ടോ. നമ്മുടെ വീടുകളിൽ നിന്നല്ലേ എടുക്കാൻ പറ്റും. വേറെയുള്ളിടത്ത് എവിടെ ചെന്നാലും ഞാൻ ഒന്നും നോക്കത്ത് പോലും ഇല്ല കേട്ടോ. ഇതാ ഇഷ്ടംമാതിരി ഉണ്ടല്ലോ. ഇത് കണ്ടോ നമ്മുടെ കരിഞ്ഞാട്ടയില്ലേ, നമ്മുടെ ദേഹം വേദനയ്ക്കും ഒക്കെ ഉള്ള അതിൻ്റെ മരമാണ് ഇത്. ഇവിടെ ഇഷ്ടംമാതിരി മരങ്ങളോ. അതിൻ്റെ പൂ കണ്ടോ കണ്ട. ഇതൊക്കെ ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കുന്ന വീഡിയോ കേട്ടോ. ദാ പൂവ് കണ്ടോ. അതിൻ്റെ കായോ ദാ കിടക്കുന്നു. കായ നല്ല സൂപ്പറല്ലേ. എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇലക്കൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ട കരിഞ്ഞാട്ടയുടെ കാ കണ്ട. ഇതാ കണ്ട എന്ത് ഭംഗിയല്ലേ. ഈ മരത്തെ കയറി ഇരുന്ന് ഇൻട്രഡക്ഷൻ എടുക്കാമായിരുന്നല്ലേ. എന്ത് രസമായി മരത്തിൻ്റെ കൂടെ നിൽക്കാൻ. നോക്കിക്കേ നല്ല. ഇവിടെ അങ്ങ് ആരും എന്നെ ഒച്ചക്കടന്ന് പറഞ്ഞാലില്ലേ ആരും കേൾക്കത്തില്ല. അത് നമ്മുടെ അവിടെ ഇല്ല. അത് അയച്ചേച്ചിയുടെ മീച്ചേച്ചിയുടെ അവിടെ മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ നല്ല രസമുണ്ടല്ലേ. നല്ല രസമല്ലേ. ഗ്രാമമല്ലേ, അപ്പം ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരനക്കം പോലും ഇല്ല. ഇത് കണ്ടോ. ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ കയറിയാണ്. ഇവിടെ വീഡിയോ പിടിക്കണ്ടേ. ചേട്ടൻ അങ്ങോട്ട് നടക്കാൻ പോയി. നോക്കാവേ. ഇവിടെ വന്നപ്പോഴും ദേവളാവേ ചക്ക കിടക്കുന്നു കണ്ടോ. നമ്മുടെ അവിടെ ആയൂറിൻ്റെ താഴെയാണ് ഇത്തവണ ഉണ്ടായേക്കുന്നത്. ഇവിടെ വന്നപ്പോഴും ഇവിടെയും താഴെ കിടക്കുന്നു. ഷോ എവിടെ ചെന്നാൽ ഇതൊക്കെയാണ് എൻ്റെ നോട്ടം. വല്ല അടിച്ചെടുക്കാനുണ്ടോന്ന്. നല്ല സ്വഭാവം അല്ലേ. ചേട്ടൻ പറഞ്ഞ കേട്ടോ ഇത് പൊട്ടിയ കലവ അല്ലെങ്കിൽ കൊണ്ടുപോകാറുണ്ടെന്ന് എൻ്റെ ബാക്കിയാപ്പം അല്ലേ. എന്നാ പറയാനാന്ന് പറ. എൻ്റെ പുറകെ നടക്കുക അവള് അമ്മണി. അവൾക്ക് പേടിയാ ഞങ്ങൾ പോവോന്ന്. ഇപ്പം ഞങ്ങൾ പോകത്തില്ല കേട്ടോ. ഞങ്ങൾ പോകത്തില്ല കേട്ടോ അമ്മണി. അയ്യോ പാവല്ലേ. അയ്യോ. അപ്പോഴേ ഞങ്ങള് ചന്ദ്രമാമനെ കണ്ടിട്ട് വരാം. ചേട്ടന്റെ ഇവിടുത്തെ മൂത്ത വളർന്നവരാ കേട്ടോ. അപ്പൊ മാമന്റെ വീട്ടിലൊന്ന് പോയി മാമനെ കണ്ടിട്ട്, അല്ല ആദ്യം അമ്പലത്തിൽ പോയി തൊഴുതിട്ട് മാമന്റെ അങ്ങോട്ട് പോകും. എന്നിട്ട് പോയിട്ട് വരാം കേട്ടാ. ഞങ്ങൾ അമ്പലത്തിൽ വന്നു കേട്ടോ. ഇതാ നോക്കിക്കേ നമ്മുടെ ആനക്കുട്ടികളെല്ലാം അങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് നിർത്തിയേക്കോ. നീ തൊഴട്ടെ. അങ്ങനെ ഞങ്ങൾ ചുറ്റി വെക്കുവാണ് അമ്പലത്തിൻ്റെ. അപ്പോഴേ ദേ നമ്മുടെ ആറാട്ടുകടവാട്ടോ. ഞാൻ ആറാട്ടുകുളമാണേ. അപ്പോൾ അത് ഇതുവരെ വേണ്ട കയറണ്ട. നോക്കിക്ക് ഇതാ കണ്ട. ഇത് കണ്ട ആറാട്ടുകുളം. അകത്തോട്ട് കയറുമോന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് കാണിച്ചതാ കേട്ടോ. അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതു. ഇനി ചന്ദ്രമാമന്റെ വീട്ടിൽ പോകട്ടെ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മാമന്റെ വീട്ടിലെത്തി. ഇതാണ് മാമന്റെ മോള്. എന്താ ചേട്ടനെന്തേ? ചേട്ടൻ പുറത്തേക്ക് പോയി. ആണോ? അപ്പൊ ഞാൻ കേറട്ടെ. മാമനെ ഒന്ന് കാണിക്കട്ടെ. കലയുടെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, പുറത്തോട്ട് പോയേക്കുന്നു. മാമൻ എന്തിയേ? ആണോ? ദാ ഇരിക്കുന്നു ഞങ്ങളുടെ മാമൻ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ മാമൻ. കഴിക്കുവാണോ? കഴിച്ചു കഴിഞ്ഞോ? എന്തി? മോളെ വിളിച്ചോണ്ടിരിക്കുന്നോ? അതെ. മാമനും ചേട്ടനും കൂടെ ഭയങ്കര വർത്താനം കേട്ടോ രണ്ടുപേരുടെ. ചേട്ടൻ കഴിഞ്ഞ ദിവസം ഇടയ്ക്ക് കഥകളിയുടെ അന്ന് വന്നായിരുന്നു. അപ്പം രണ്ടുപേരുടെ ഭയങ്കര വർത്താനാണേ. അവരവരുടെ കാര്യങ്ങളൊക്കെ പറയോ കേട്ടോ. 10 രൂപ എന്റെ അക്കൗണ്ടിൽ വരും. കലഭാവം ചായയൊക്കെ ഇട്ട് പിന്നെ പുട്ട് കഴിക്കാൻ പറഞ്ഞു. പുട്ടും പയറും പപ്പടം ഒക്കെ ആയിരുന്നു. എന്നോട് കഴിക്കാൻ ഒത്തിരി നിർബന്ധിച്ചു. ഞാൻ അവിടുന്ന് കഴിച്ചോണ്ടാണ്. പിന്നെ മുറുക്കും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങളതൊക്കെ കഴിക്കുവാണ്.
ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞങ്ങൾ ഇത് ഇറങ്ങുവാട്ടോ. ഞങ്ങളിനി വീട്ടിലോട്ട് പോയിട്ട് അവിടെ ചെന്ന് ഊണെല്ലാം ഇവള് ഞങ്ങളോട് പറഞ്ഞു കേട്ടോ ഇവിടുന്ന് ചോറുണ്ണാനെ ഒത്തിരി നിർബന്ധിച്ചു കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ മഹേഷിന്റെ അടുത്ത് വന്ന് ഇന്ന് ഉണ്ണണം. എപ്പോഴും എന്നോട് എല്ലാരും ചോദിക്കും കലേ എന്നെ ഉണ്ണാതെ പോന്നേന്ന് ഇതിനകത്തെ. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു അവിടെ വേറെ ആരും ഇല്ലല്ലോ. അപ്പം ഞങ്ങൾ ഇനി ഇടയ്ക്ക് ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുള്ള കണ്ടീഷനില ഇപ്പൊ പോകുന്നത് കേട്ടോ. ഇനി വന്നില്ലെങ്കിൽ ഇടി കിട്ടും. സത്യം. ശരി കേട്ടോ. അപ്പൊ ഞങ്ങള് മാമനെ എല്ലാം കണ്ട് അമ്പലത്തിലൊക്കെ പോയി തൊഴുത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ എത്തി കേട്ടോ. കാണാവോ? എത്തി. ഇവിടെ റെസ്റ്റ്. ഇനി റെസ്റ്റ്. ഇനി എങ്ങോട്ടും ഇറങ്ങുന്നില്ല. ഊണൊക്കെ കഴിഞ്ഞ് പോകത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇനി കുറച്ചു നേരം ഇരുന്ന് വർത്താനൊക്കെ പറയട്ടെ. മഹേഷാണ് ഇത് അവൻ അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിലിടാൻ പോയിട്ട് വന്ന് നിൽക്കുക. അപ്പം ഞങ്ങൾ കിട്ടിയ അവസരത്തിൽ തന്നെ മാങ്ങയൊക്കെ പറിച്ച് താഴോട്ടിടുന്നുണ്ട് കേട്ടോ. ഇപ്പം എല്ലാവരും എന്നെ തല്ലിക്കൊല്ലും. ഇവിടെ എവിടെ പോയാലും അടിച്ചോണ്ട് വരാൻ എന്നെ നോക്കുന്നു. ആ അതൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ എവിടെ പോയാലും ഒന്നും എടുത്തോണ്ടൊന്നും വരത്തില്ല. നമുക്ക് പറ്റുന്ന വീടുകളിൽ നിന്നേ ഉള്ളൂ. പിന്നെ എടുക്കുന്നത്. ഇപ്പൊ ബാക്കിയും കൂടെ ഒക്കെ എത്തുന്ന പറിക്കട്ടെ. നല്ല മാങ്ങ. ഇവിടെ ഇവനൊന്നും ഇതൊന്നും എടുക്കത്തില്ലെന്നേ. ഇതാ കണ്ട ഇതേ കിടക്കുന്നു. അപ്പം നമ്മൾക്ക് വെറുതെ പൈസയും കൊടുത്ത് വാങ്ങിക്കണ്ടല്ലോ. നമ്മുടെ അവിടെ ഇനി മാങ്ങ ആകുമ്പോഴത്തേക്കും ഇവിടെ ഇല്ലാത്തപ്പോൾ ഇവിടെയും കൊണ്ട് കൊടുക്കാം. കണ്ട. അപ്പം ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാൻ വേണ്ടി ഇലയൊക്കെ വെട്ടാൻ പോവാണേ. ആണോ? അമ്പലത്തിലുണ്ടല്ലോ അല്ലേ? ആ ഹാ ഹാ. അപ്പം ഞങ്ങൾ ഇല വെട്ടട്ടെ. ഇതാ മഹേഷ് ഫ്രണ്ട് ഇപ്പോൾ ഇല വെട്ടാൻ പോകുന്നുണ്ട്. ചേട്ടൻ അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. ഒരു കുളമുണ്ട് ഇവിടെ കേട്ടോ. അത് കാണിച്ചില്ലല്ലോ. കുളത്തിനെ കാണിക്കാവേ. കുളം വെട്ടാൻ കിടക്കുവാണേ. ഇത് ഉപയോഗിക്കുന്നതൊന്നുമല്ല. ചുമ്മാ ഇവിടെ എല്ലാം കുളം ഉണ്ടല്ലോ. അതുകൊണ്ട് വെറുതെ കിടക്കുന്നതാണ് ഈ കുളം. കണ്ടോ? അങ്ങനെ മഹേഷ് തന്നെ ഇലയൊക്കെ എടുത്തു കേട്ടോ. ഞങ്ങളിത് കാഴ്ചക്കാരായിട്ട് വന്ന് എടുക്കാൻ സമ്മതിച്ചില്ല. അവൻ തന്നെ എടുത്തോളാന്ന് പറഞ്ഞേ. അതാണ് ഞങ്ങൾ എടുക്കാഞ്ഞ്. ആ മീൻ കിടപ്പുണ്ടല്ലേ. ഇതിനകത്ത് സിലോപ്പിയ കിടപ്പുണ്ട്. സിലോപ്പിയ. അതെ അല്ലേ? അതാ ഈ തെങ്ങ് ഇവിടുത്തെ തെങ്ങല്ലേ. അപ്പം ഞങ്ങൾ ഇലയൊക്കെ വെട്ടി ഇനി കഴുകി എടുക്കട്ടെ. അപ്പോഴേ ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാൻ പോട്ടോ. ഞങ്ങൾ ചോറൊക്കെ വിളമ്പി. ചേട്ടനുള്ള ചോറ്, എനിക്കുള്ള ചോറ്, ചേച്ചിക്കുള്ള ചോറ് എല്ലാവർക്കും വിളമ്പി ഞങ്ങൾ ഇനി കഴിക്കട്ടെ കേട്ടോ. വേറെ സ്പെഷ്യല് ചീരവിയൽ മഹേഷ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചീരവിയൽ ഉണ്ടായിരുന്നു. ഞാൻ അല്ലാത്ത അവിയലായിരുന്നു. പിന്നെ തൈരുണ്ട്, പപ്പടം ഉണ്ട്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. അപ്പം ഞങ്ങൾ തിരിച്ചു പോയ വീട്ടിലോട്ട് പോവാട്ടോ. അപ്പം നമുക്ക് ഇടയ്ക്ക് കാണാം മഹേഷേ. അപ്പം ഞങ്ങൾ ശരി കേട്ടോ. പോയിട്ട് വരാവേ. ഞങ്ങളിത് കരിക്ക് കുടിക്കാൻ വേണ്ടി വന്നൊന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങളുടെ ചേച്ചിയെ കാണുന്നില്ലേ. വിളിക്കാം. ഞങ്ങൾ കരിക്ക് കുടിക്കാനിരിക്കുക. ഇപ്പൊ വരുമെന്ന് പറഞ്ഞേ. വരാന്ന് പറഞ്ഞു. ഇവിടെ നല്ല സുഖമാണ് ഇരുന്ന് കുടിക്കാം. അതുകൊണ്ട് വരട്ടെ ചേച്ചി, വരട്ടെ കേട്ടോ. കരിക്ക് വെട്ടുവാ കേട്ടോ. എൻ്റെ കരിക്ക് കിട്ടി, ചേട്ടൻ്റെ കിട്ടിയിട്ടില്ല കേട്ടോ.
ഇളക്കില്ലെന്ന് തോന്നുന്നു അല്ലേ? മോനെ വെട്ടാൻ കാണുമോ ഇതിനകത്ത് കാണുമല്ലോ. നോക്കാം. ഇച്ചിരി അതിനകത്ത് കാണുമോ നോക്കാവേ. ഇളക്കം മതിയെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളെ. ലൂസായിട്ടുള്ള അല്ലേ? കുറച്ചുണ്ട് ഇതാ കുറച്ചുണ്ട് കേട്ടോ. കുഴപ്പമില്ല. കട്ടിയുള്ളതിലും നല്ലത് കട്ടി കുറഞ്ഞല്ലേ. കഴിഞ്ഞ എന്താ പഠിച്ചത്? കഴിഞ്ഞ അപ്പം ഞങ്ങൾ വീട്ടിൽ ദേ എത്തി കേട്ടോ. കൊച്ചിന് തിന്നാനുള്ള സാധനമൊക്കെ മേടിച്ചു. വന്ന വഴി നമ്മുടെ ഉണക്കച്ചെമ്മീനെ ഇന്നും മറന്നില്ല കേട്ടോ. ഉണക്കച്ചെമ്മീനൊക്കെ മേടിച്ചിട്ടുണ്ട്. നങ്കിനെ മേടിച്ചു. ദാ മാങ്ങ അവിടുന്ന് അടിച്ചോണ്ട് പോന്നു, പറിച്ചോണ്ട് പോന്നു. അങ്ങനെ എല്ലാ ഇതും കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്തുവാണ്. ദേ ഇപ്പം മാങ്ങ ചേട്ടൻ അങ്ങോട്ട് അയച്ചെടുക്കുക. ഫ്രിഡ്ജിലോട്ട് ഞാനങ്ങ് വെച്ചേക്കാം. നിധി പോലല്ലേ നമുക്കിപ്പം മാങ്ങ. ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതാ നോക്കിക്കേ, ഇത്രയും മാങ്ങയുണ്ട് കിട്ടി കേട്ടോ. കണ്ടോ, ഇത്രയും മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് കുഞ്ഞുവാവയ്ക്കും ബിസ്ക്കറ്റ് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കേട്ടോ. ടാറ്റാ.